ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له لا ضد له ولا ند له ولا مثيل ونشهد أن محمدا عبده ورسوله وحبيبه وخليله بلغ الرسالة وأدى الأمانة صلى الله عليه وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وجعلنا الليل والنهار آيتين فمحونا آية الليل وجعلنا آية النهار مبصرة لتبتغوا فضلا من ربكم ولتعلموا عدد السنين والحساب وكل شيء فصلناه تفصيلا صدق الله العظيم إنما الأعمال بالنيات وإنما لامرئ ما نوى فمن كانت هجرته إلى دنيا يصيبها أو إلى امرأة ينكحها فهجرته إلى ما هاجر إليه صدق رسوله النبي الكريم സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലായ്മയിൽ നിന്ന് നിർമ്മിച്ച ഈ പ്രപഞ്ചം ഒരു വർഷം 12 മാസമായി അല്ലാഹു തന്നെ നിശ്ചയിച്ചിരിക്കുകയാണ്. ഒരു വർഷം 12 മാസം എന്നത് ഏതെങ്കിലും മനുഷ്യൻ മെനഞ്ഞുണ്ടാക്കിയ ഒരു യാഥാർത്ഥ്യമല്ല. നേരെ മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ ഒരു വർഷം 12 മാസമായി നിശ്ചയിക്കുകയായിരുന്നു. ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ തന്നെ അല്ലാഹുവിന്റെ രേഖയിൽ ഒരു വർഷം 12 മാസമാണ്. എന്നിട്ട് അല്ലാഹു പറയാണ് മിൻഹാ അർബഅത്തുൽ ഹുറും. ആ 12 മാസങ്ങളിൽ 4 മാസം യുദ്ധം ഹറാമാക്കപ്പെട്ടതായി നിശ്ചയിക്കപ്പെട്ടു. റജബ് മാസം, ദുൽഖഅദ് മാസം, ദുൽഹിജ്ജ് മാസം, മുഹറം മാസം. ദാലിക ദീനുൽ ഖയ്യിം, അതാണ് ചൊവ്വായ മതം. ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, അല്ലാഹു നിശ്ചയിച്ച ഈ 12 മാസങ്ങളിൽ അല്ലെങ്കിൽ യുദ്ധം ഹറാമാക്കപ്പെട്ട മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളോട് അക്രമം പ്രവർത്തിക്കരുത്, അഥവാ നിങ്ങൾ പാപങ്ങൾ പ്രവർത്തിക്കരുത് എന്ന് സാരം. وقاتلوا المشركين كافة كما يقاتلونكم كافة واعلموا أن الله مع المتقين. എന്നാൽ ജാഹിലിയ കാലഘട്ടത്തിൽ അവര് മാസത്തിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയുണ്ടായി. ജാഹിലിയ കാലഘട്ടത്തിൽ യുദ്ധക്കൊതിയന്മാരായിരുന്ന അറബികൾ
ചന്ദ്ര കലണ്ടറിൽ അവർ വ്യതിയാനങ്ങൾ വരുത്തുകയുണ്ടായി. അതായത് സൗരവ കലണ്ടർ, ചന്ദ്ര കലണ്ടർ. ചന്ദ്രന്റെ അടിസ്ഥാനത്തിലും ഒരു വർഷം 12 മാസം തന്നെയാണ്. സൗരവ കലണ്ടർ സൂര്യനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടും ഒരു വർഷം 12 മാസം തന്നെയാണ്. പക്ഷെ ഈ രണ്ട് കലണ്ടർ അനുസരിച്ചും ചെറിയ വ്യതിയാനവും വ്യത്യാസവും സംഭവിക്കും. ഒരു വർഷം സൗരവ കലണ്ടറും ചന്ദ്ര കലണ്ടറും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം 11 ദിവസമാണ്. സൗരവ കലണ്ടറിനെ നിശ്ചയിച്ചിരിക്കുന്നത് തന്നെ ഭൂമി സൂര്യനെ പൂർണ്ണമായും ഒരു വട്ടം ചുറ്റിത്തിരിയുന്ന സമയമാണ്. ഭൂമി ഒരു വട്ടം സൂര്യനെ പൂർണ്ണമായി ചുറ്റിത്തിരിയുന്നതിനു വേണ്ടി 365 ദിവസവും 5 മണിക്കൂറും 48 മിനിറ്റും 45 സെക്കൻഡും വേണം. അപ്പൊ ഏകദേശം ഒരു വർഷം സൗരവ കലണ്ടർ അനുസരിച്ച് 366 ദിവസങ്ങൾ ഉണ്ടാകും. എന്നാൽ ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ ഭൂമിയിൽ കറങ്ങുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മാസങ്ങൾ നിശ്ചയിക്കുന്നത്. ചന്ദ്രൻ ഒരു വട്ടം ഭൂമിയെ പൂർണ്ണമായി ചുറ്റിത്തിരിയുന്നതിനു വേണ്ടി 29.5 ദിവസമാണ് വേണ്ടുന്നത്. അപ്പോൾ ഒരു വർഷം ചന്ദ്രൻ ഭൂമിയെ 12 വട്ടം ചുറ്റും എന്ന് സാരം. അപ്പൊ സൗരവ കലണ്ടറിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി സൂര്യനെ ചുറ്റുന്നതിന്റെ അടിസ്ഥാനത്തിൽ, ചന്ദ്ര കലണ്ടറിന്റെ അടിസ്ഥാനം ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നതിന്റെ അടിസ്ഥാനത്തിലുമാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ ഹജ്ജിന്റെ സീസണുകളിൽ ധാരാളം കച്ചവടങ്ങൾ നടക്കുന്നത് കൊണ്ട് കാലാവസ്ഥയുടെ വ്യതിയാനത്തിന്റെ പേരിൽ ആ കച്ചവടത്തിന് കുറവ് സംഭവിക്കുമായിരുന്നു. കാരണം ചന്ദ്ര കലണ്ടർ അനുസരിച്ച് കാലാവസ്ഥയ്ക്ക് ധാരാളം വ്യതിയാനങ്ങൾ സംഭവിക്കും. ചൂടും തണുപ്പും ഉഷ്ണവും ശൈത്യവും മാറി മാറി വരും. അപ്പൊ നമുക്കറിയാം, റമദാനിൽ നമ്മൾ വ്രതം അനുഷ്ഠിക്കുമ്പോൾ ഈ വർഷം നമ്മൾ വ്രതം അനുഷ്ഠിച്ചത് ശക്തമായ ഉഷ്ണകാലത്താണ്, ചൂട് സമയത്താണ്. എല്ലാ റമദാനും ചൂട് കാലത്തല്ല, മഴക്കാലത്ത് വരാറുണ്ട്, ശൈത്യകാലത്ത് വരാറുണ്ട്. ഇത് കേരളം എന്ന് പറയുന്ന ഒരു ചെറിയ പ്രദേശത്തിൽ സംഭവിക്കുന്ന വ്യതിയാനമല്ല. ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങൾ, ആ രാജ്യത്തിന്റെ ഉള്ളുകളിലുള്ള ചെറിയ ചെറിയ പ്രദേശങ്ങളിൽ സംഭവിക്കുന്ന വ്യതിയാനമാണ്. അപ്പൊ ചന്ദ്ര കലണ്ടർ അനുസരിച്ച് കാലാവസ്ഥാ വ്യതിയാനത്തിലായിരിക്കും നമ്മൾ കർമ്മനിരതരാകേണ്ടത്. എന്നാൽ സൂര്യവർഷം അനുസരിച്ചുകൊണ്ട് ഋതുക്കളിൽ കാലാവസ്ഥയ്ക്ക് യാതൊരു വ്യതിയാനവും സംഭവിക്കില്ല. ജൂൺ മാസമാണ് നമ്മുടെ പ്രദേശത്ത്. ജൂൺ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൺസൂൺ കാലമാണ്, മഴ വർഷിക്കുന്ന കാലമാണ്. ഇതേ മാസം നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ഉത്തർപ്രദേശിലും ഡൽഹിയിലും ശക്തമായി ചൂട് കൊടുമ്പരി കൊള്ളുന്ന സമയം, ഉഷ്ണകാലം. എല്ലാ ജൂൺ മാസവും അങ്ങനെ തന്നെയാണ്. അപ്പൊ സൂര്യ കലണ്ടർ അനുസരിച്ച് വ്യതിയാനം സംഭവിക്കില്ല. അപ്പൊ സൂര്യ കലണ്ടറുമായി ചന്ദ്ര കലണ്ടറിനെ ഒന്നിപ്പിക്കാൻ വേണ്ടി ജാഹിലിയ കാലത്ത് ഒരു ശ്രമം നടന്നു അറബികളുടെ ഇടയിൽ. കാരണം അറബികളാണ് എങ്കിൽ ഹജ്ജിനെ മാർക്കറ്റ് വൽക്കരിക്കപ്പെട്ടിരുന്നു. നമ്മുടെ പ്രദേശങ്ങളിൽ ഉത്സവ സീസൺ ആകുമ്പോൾ ധാരാളം ചെറുകിട കച്ചവടക്കാർക്ക് കച്ചവടത്തിലൂടെ ഒരു വർഷത്തിന് ആവശ്യമായ സമ്പത്ത് നേടിയെടുക്കാൻ കഴിയുന്ന സന്ദർഭമാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രദേശങ്ങളിൽ ഇസ്ലാമിന്റെ പേരിൽ നടക്കുന്ന ധാരാളം ദുരാചാരങ്ങളും അനാചാരങ്ങളും അത് മാർക്കറ്റ് വൽക്കരിക്കപ്പെടാറുണ്ട് ബിസിനസ് നടക്കാൻ വേണ്ടി. ഇതുപോലെ ജാഹിലിയ കാലഘട്ടത്തിൽ ഹജ്ജാകുന്ന പുണ്യകർമ്മത്തിനെ അവര് ഭൗതികമായ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറായി. അപ്പോ ചന്ദ്രവർഷവുമായി സൂര്യവർഷത്തിനെ ബന്ധിക്കുന്നതിന് വേണ്ടി 3 വർഷത്തിലൊരിക്കൽ ചന്ദ്രമാസത്തിൽ ഒരു മാസം അങ്ങ് കൂട്ടി. അതിനെ കബീസ എന്നാ പറയുന്നത്. അപ്പൊ 33 വർഷമാകുമ്പോൾ ചന്ദ്രവർഷവും സൂര്യവർഷനും ഒരേ തരത്തിലാകും.
ഹജ്ജ് ഒരേ കാലാവസ്ഥയിൽ നടക്കും. തങ്ങളുടെ മാർക്കറ്റ് ശരിയായി സുലഭമായി നടക്കുകയും കച്ചവടത്തിലൂടെ ധാരാളം സമ്പത്ത് നേടിയെടുക്കാൻ കഴിയുകയും ചെയ്യും. കിനാന ഗോത്രത്തിൽപ്പെട്ട ഹുദൈഫത്ത് ബിൻ അബ്ദുഫാഖിം എന്ന് പറയുന്നയാളാണ് ആദ്യമായി ഇങ്ങനെ ഒരു രൂപരേഖ ഉണ്ടാക്കിയത്. അറേബ്യൻ ജനസമൂഹം അത് അംഗീകരിക്കുകയും ചെയ്തു. 3 വർഷത്തിലൊരിക്കൽ അറബി കലണ്ടറിൽ ഉണ്ടായിരുന്ന 12 മാസം മാറ്റി 13 മാസമാക്കി. അപ്പോ സംഭവിക്കുന്നത്, യുദ്ധം ഹറാമാക്കപ്പെട്ട മാസം എന്ന് പറയുന്ന മുഹറത്തിലായിരിക്കില്ല, ചിലപ്പോ സഫറിലാകും, ചിലപ്പോ റബീഉൽ അവ്വലിലാകും. അള്ളാഹുവിന്റെ പ്രവാചകൻ മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്ത് 9ാമത്തെ വർഷം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ അമീറുൽ ഹജ്ജ് ആക്കിക്കൊണ്ട് ഒരു ഹജ്ജിന്റെ കാഫില യാത്രയാക്കി. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ സംഘവും ഹജ്ജ് ചെയ്ത ദുൽഹജ്ജ് മാസത്തിലായിരുന്നില്ല, ദുൽഖഅദ് മാസത്തിലായിരുന്നു. കാരണം അവര് അറബി കലണ്ടറിനെ ചന്ദ്ര കലണ്ടറിനെ സൂര്യ കലണ്ടറുമായി യോജിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്ത വ്യതിയാനത്തിൽ ദുൽഹജ്ജ് മാസം എന്നവര് സങ്കല്പിച്ചത് യഥാർത്ഥത്തിൽ ദുൽഖഅദ് മാസമായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ കലണ്ടറുകൾക്ക് വ്യതിയാനം സംഭവിച്ച് 33ാമത്തെ വർഷത്തിലാണ് ഹജ്ജ് ചെയ്യുന്നത്. ആ ഹജ്ജ് കൃത്യം ദുൽഹജ്ജ് മാസത്തിൽ തന്നെയായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ അവസാനത്തെ ഹജ്ജിൽ നബി തങ്ങൾ നടത്തിയ പല പ്രഖ്യാപനങ്ങളിൽ ഒരു പ്രഖ്യാപനമായിരുന്നു, ഇന്ന സമാന ഖദ് ഇസ്തദാറ കഹൈഅതിഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും സലാത്തുൻ മുതവാലിയാത്തുൻ ദുൽഖഅദ് വദുൽഹിജ്ജ് വമുഹറം വറജബ് മുദർ ബൈന ജമാദി വശഅബാൻ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ജാഹിലിയ്യത്തിന്റെ രീതി അനുസരിച്ച് നിങ്ങൾ ചന്ദ്ര കലണ്ടറിനെ സൗര കലണ്ടറുമായി യോജിപ്പിക്കാൻ വേണ്ടി ഖബീസ എന്ന രൂപത്തിൽ 3 വർഷത്തിലൊരിക്കൽ 1 മാസം കൂട്ടിച്ചേർത്ത് 13 മാസമാക്കി സൗരവ കലണ്ടറുമായി നിങ്ങൾ യോജിപ്പിക്കാൻ ചെയ്ത ഈ ശ്രമം തെറ്റാണ്, വികലമായ സങ്കല്പമാണ്. കാരണം 2 വർഷവും വളരെ കൃത്യമായി തന്നെ അതിൻ്റെതായ രീതിയിലും ശൈലിയിലും നിലനിൽക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി മുതൽ ചന്ദ്രവർഷം അനുസരിച്ച് ഒരിക്കലും 13 മാസം എന്ന സങ്കല്പമില്ല, 12 മാസം മാത്രമായിരിക്കും. അതിൽ 4 മാസം അള്ളാഹു യുദ്ധം ഹറാമാക്കിയിട്ടുണ്ട്. 3 മാസം തുടർച്ചയായിട്ട് മുഹറം, ദുൽഖഅദ്, ദുൽഹിജ്ജ് 3 മാസം തുടർച്ചയായിട്ട് വരുന്നതാണ്. 4ാമതായ റജബ് മാസം. അവരുടെ ജാഹിലിയ്യത്തിന്റെ ഈ രീതിയെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് നസീഉ എന്നാണ്. ഇന്നമൻ നസീഉ സിയാദത്തുൻ ഫിൽ കുഫർ യുളല്ലു ബില്ലദീന കഫറൂ യുഹില്ലൂനഹു ആമൻ വയുഹദ്ദിമൂനഹു ആമൻ ليواطئوا عدة ما حرم الله فيحلوا ما حرم الله زين لهم سوء أعمالهم والله لا يهدي القوم الكافرين. إنما النسيء زيادة في الكفر. പരിശുദ്ധമായ മാസങ്ങളെ പിന്നോട്ടു മാറ്റൽ വഴികേടിലും നിഷേധത്തിലും വർധനവുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങളുടെ കുഫറിനെ അത് വർദ്ധിപ്പിക്കുകയേ ചെയ്യുകയുള്ളൂ. അവര് മുഹറം മാസത്തിൽ യുദ്ധം ചെയ്യില്ല, കാരണം മുഹറം മാസം യുദ്ധം ഹറാമാക്കപ്പെട്ട മാസമാണ്. എന്നാൽ യുദ്ധം നടന്നുകൊണ്ടിരുന്നു. ഹജ്ജിന്റെ സീസൺ ആകുമ്പോൾ ദുൽഖഅദിലും ദുൽഹിജ്ജിലും യുദ്ധം നടക്കില്ല. യുദ്ധത്തിന്റെ ആവേശത്തിന്റെയും രോഷത്തിന്റെയും പേരിൽ യുദ്ധം ഹറാമാക്കപ്പെട്ട മുഹറമിൽ അവർ യുദ്ധം ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? സഫർ മാസത്തിന് അതിന് പകരം യുദ്ധം ഹറാമാക്കപ്പെട്ടതായിട്ട് നിശ്ചയിക്കും. പിറ്റേ വർഷമാകുമ്പോൾ മുഹറം മാസത്തിൽ തന്നെ യുദ്ധം ഹറാമാക്കപ്പെട്ടതായിട്ട് അവർ പ്രഖ്യാപിക്കും. ഇങ്ങനെ 4 മാസം യുദ്ധം ഹറാമാക്കപ്പെട്ടതായി പ്രഖ്യാപിക്കും. എന്നാൽ അള്ളാഹു നിശ്ചയിച്ച ഈ 4 മാസങ്ങളെ അവർ നിജപ്പെടുത്തുന്നതിൽ നിന്ന് വ്യതിചലിക്കും. അല്ലാഹു പറയും, ഇന്നമൻ നസീഉ സിയാദത്തുൻ ഫിൽ കുഫർ
പരിശുദ്ധമായ മാസങ്ങളെ പിന്നോട്ട് മാറ്റൽ കുഫറിൽ വർധനവുണ്ടാക്കും. യുദല്ലു ബിഹില്ലദീന കഫറൂ, നിഷേധികളായ ആൾക്കാരെ അതിലൂടെ അല്ലാഹു വഴികെടുത്തുകയാണ്. ഇങ്ങനെ ഒരു സമ്പ്രദായം ജാഹിലിയത്തിൽ ഉണ്ടായി. അവര് സ്വന്തമായി മാറ്റാതെ തന്നെ ഈ കബീസ എന്ന് പറയുന്ന രൂപത്തിൽ അവർ അറിഞ്ഞോ അറിയാതെയോ യുദ്ധം ഹറാമാക്കപ്പെട്ട മാസത്തിൽ അവർ യുദ്ധം ചെയ്യും. മുഹറം എന്ന് സങ്കല്പിച്ചുകൊണ്ട് അവർ യുദ്ധം ഹറാമാക്കപ്പെട്ട മാസമായി തീരുമാനിക്കുന്നത് കബീസയുടെ അടിസ്ഥാനത്തിൽ സഫർ ആയിരിക്കും, അല്ലെങ്കിൽ റബീഉൽ അവ്വൽ ആയിരിക്കും. അല്ലാഹു പറയുന്നു ഒരു വർഷം ഹറാമാക്കപ്പെട്ട യുദ്ധത്തിന്റെ മാസത്തിൽ അവരെ ഹലാലാക്കിക്കൊണ്ട് ആ മാസത്തിൽ യുദ്ധം ചെയ്യും. അടുത്ത വർഷം കൃത്യമായി മുഹറമെങ്കിൽ മുഹറമിൽ തന്നെ യുദ്ധം ഹറാമാക്കപ്പെട്ട മാസമായി ഗണിക്കും. അല്ലാഹ് ഹറാമാക്കിയ മാസങ്ങളെ അവരെ യോജിപ്പിക്കാൻ വേണ്ടി 4 മാസം കൃത്യമായി ഞങ്ങൾ സൂക്ഷിച്ചു. എന്നിട്ട് അല്ലാഹു പറയാ അല്ലാഹ് ഹറാമാക്കിയ മാസത്തെ അവരെ ഹലാലാക്കുകയും ചെയ്തു. അവരുടെ ഈ ദുഷ്പ്രവൃത്തി അവർക്ക് അലങ്കാരമാക്കപ്പെട്ടു. അല്ലാഹു നിഷേധികളായ ആൾക്കാർക്ക് സന്മാർഗം നൽകില്ല. അങ്ങനെ 33 വർഷമായപ്പോൾ സൗരവ കലണ്ടറുമായിട്ട് ചന്ദ്ര കലണ്ടർ യോജിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അള്ളാഹു ചന്ദ്രനെയും സൂര്യനെയും 2 ദൃഷ്ടാന്തമായി തീരുമാനിച്ചു. രണ്ടിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല മാസങ്ങൾ നിജപ്പെടുത്തുന്നതിന് വേണ്ടിയും കണക്കുകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയും നിശ്ചയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ചന്ദ്ര കലണ്ടർ അതിന്റെ ദിശയിൽ തന്നെ പോകും, സൗരവ കലണ്ടർ അതിന്റെ ദിശയിൽ തന്നെ പോകും എന്ന പ്രഖ്യാപനം നടത്തി. അതിനുശേഷം ഇന്ന് 14 നൂറ്റാണ്ടുകളായി സൗരവ കലണ്ടർ അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. സൂര്യന്റെ കലണ്ടർ അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്നു മുതൽ ഒരു വർഷം 12 മാസം എന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള കലണ്ടറാണ് എങ്കിൽ ക്രിസ്താബ്ദം, ക്രിസ്തു ജനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ രൂപാന്തരപ്പെടുത്തിയെടുത്ത ഒരു കലണ്ടർ ഉണ്ട്, 2026 വർഷം. അതുപോലെ നമ്മുടെ കൈയിലുള്ള അറബി കലണ്ടർ, ഹിജ്രി കലണ്ടർ എന്നാ പറയുന്നത് 1447 വർഷം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു ഭൂമിയെ സൃഷ്ടിച്ചിട്ട് സൂര്യവർഷം അനുസരിച്ച് 2026 വർഷം, ചന്ദ്രവർഷം അനുസരിച്ച് 1440 വർഷം, 47 വർഷം എന്നല്ല. നേരെ മറിച്ച് ഈ കലണ്ടറുകൾ പിന്നീട് ഉണ്ടാക്കപ്പെട്ടതാണ്. ലോകത്താദ്യമായി 12 മാസത്തിനെ അടിസ്ഥാനപ്പെടുത്തി കലണ്ടർ ഉണ്ടാക്കിയത് ചന്ദ്ര കലണ്ടറാണ്. മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം എന്ന് പറയും ടൈഗ്രീസ് നദിയുടെയും യൂഫ്രട്ടീസ് നദിയുടെയും ഇടയിൽ വളർന്നു വന്ന ലോകത്തിന്റെ ആദ്യത്തെ നാഗരികതയും സംസ്കാരവും എന്നറിയപ്പെടുന്ന മെസൊപ്പൊട്ടേമിയൻ സംസ്കാരമാണ് ലോകത്താദ്യമായി ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് 12 മാസങ്ങളെ നിജപ്പെടുത്തിക്കൊണ്ട് ഒരു കലണ്ടർ തയ്യാറാക്കി. അതായത് ഇന്നേക്ക് 4500 വർഷം മുമ്പ് ചന്ദ്ര കലണ്ടർ ഉണ്ടായി. അതിനുശേഷം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് മുസ്ലിമീങ്ങൾക്ക് ശരിയായി മാസവും ദിവസവും മനസ്സിലാക്കാൻ ഒരു കലണ്ടർ വേണമെന്ന രൂപരേഖ തിരിഞ്ഞു വന്നപ്പോൾ ഈ ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു കലണ്ടർ ഉണ്ടാക്കാൻ തീരുമാനിച്ചപ്പോ അള്ളാഹുവിന്റെ പ്രവാചകനും സഹാബിമാരും മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റത്ത് ചെയ്ത വർഷത്തിനെ ആദ്യ വർഷമായി കണക്കാക്കിക്കൊണ്ട് ഹിജ്രി കലണ്ടർ തയ്യാറാക്കി. ആ കലണ്ടറിലാണ് 1447 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകനും സഹാബിമാരും മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്നേക്ക് 1447 വർഷമായി എന്ന സാരം. ഇനി സൗരഭ കലണ്ടർ എപ്പോഴാ ഉണ്ടായത്? ഇന്നേക്ക് 3000 വർഷം പോലും ആയിട്ടില്ല. ആദ്യമായിട്ട് ആ കലണ്ടർ ഉണ്ടാക്കുന്നത് ജൂലിയസ് സീസർ എന്ന് പറയുന്ന റോമൻ ചക്രവർത്തിയായിരുന്നു. BC 46 ബിഫോർ ക്രിസ്റ്റ്, അതായത് ഈസാ നബി ജനിക്കുന്നതിന് 46 വർഷം മുമ്പാണ് ആ കലണ്ടർ ഉണ്ടാക്കുന്നത്.
ചന്ദ്ര കലണ്ടർ ഉണ്ടാക്കുന്ന ഈസാ നബി ജനിക്കുന്നതിന് 2500 വർഷം മുമ്പാണ്. അതിനെ ജൂലിയൻ കലണ്ടർ എന്നാണ് അറിയപ്പെടുന്നത്. ആ കലണ്ടറിലാണെങ്കിൽ ഒരു വർഷം 365 ദിവസവും 6 മണിക്കൂറുമാണ്. എന്നാൽ സൗരവ കലണ്ടറിനെ നിജപ്പെടുത്തേണ്ടുന്നത് ഭൂമി സൂര്യനെ ചുറ്റുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഭൂമി സൂര്യനെ ഒരു വട്ടം പൂർണ്ണമായി ചുറ്റിത്തിരിയുന്നതിനു വേണ്ടി 365 ദിവസവും 5 മണിക്കൂറും 48 മിനിറ്റും 45 സെക്കൻഡും വേണ്ടി വരും. ഈ കലണ്ടർ അനുസരിച്ച്, ജൂലിയൻ കലണ്ടർ അനുസരിച്ച് ചെറിയ മിനിറ്റുകൾ വ്യത്യാസവും 365 ദിവസവും 6 മണിക്കൂർ. വർഷങ്ങൾ പലതും കഴിഞ്ഞുപോയി. ജൂലിയൻ കലണ്ടറാണ് സൗരവ കലണ്ടറായി ലോകത്ത് നിലനിന്നിരുന്നത്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ചെറിയ ഋതുക്കളിൽ വ്യത്യാസം വരാൻ തുടങ്ങി. കാലാവസ്ഥയ്ക്ക് വ്യതിയാനങ്ങൾ സംഭവിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ 16-ാം നൂറ്റാണ്ടിൽ പോപ്പ് ഗ്രിഗർ 13 ഗ്രിഗോറിയൻ കലണ്ടർ എന്നാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന കലണ്ടറിനെ അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് പോപ്പ് 13-ാമൻ ഗ്രിഗർ എന്ന് പറയുന്നയാളാണ് 1585 വർഷത്തിൽ ഈ കലണ്ടറിനെ രൂപാന്തരപ്പെടുത്തിയത്. ഈ ഗ്രിഗോറിയൻ കലണ്ടറിൽ അദ്ദേഹം കൃത്യമായി തന്നെ ഭൂമി പൂർണ്ണമായും സൂര്യനെ ഒരു വട്ടം ചുറ്റിത്തിരിയുന്നതിന് അനിവാര്യമായ 365 ദിവസവും 5 മണിക്കൂറും 48 മിനിറ്റും 45 സെക്കൻഡും എന്ന കൃത്യമായ രൂപരേഖ ഉണ്ടാക്കി. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്ത് AD BC ഉണ്ടാക്കിയിട്ട് ക്രിസ്ത്യാബ്ദം, അതായത് യേശു ക്രിസ്തു ഈസാ നബി അലൈഹിസ്സലാം ജനിച്ചതിന് 1-ാം വർഷമായി നിശ്ചയിച്ചു. ആ അടിസ്ഥാനത്തിൽ ഗ്രിഗോറിയൻ കലണ്ടറിന്റെ അടിസ്ഥാനത്തിലാണ് യേശു അഥവാ ഈസാ നബി അലൈഹിസ്സലാം ജനിച്ചിട്ട് ഇന്ന് 2026 വർഷമായി. ഹിജ്റ കലണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചന്ദ്ര കലണ്ടർ ഉണ്ടാക്കിയത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് ഈ ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കലണ്ടർ ഉണ്ടാക്കിയത്. ആ കലണ്ടറിലാണ് എങ്കിൽ ഒരു വർഷം 354 ദിവസമാണ്. കാരണം സൗരവ കലണ്ടറിൽ ഭൂമി സൂര്യനെ ചുറ്റുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. ചന്ദ്ര കലണ്ടറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി ചന്ദ്രനെ ചുറ്റുന്നതിനെ അല്ല അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്, ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. ഭൂമിയെ അപേക്ഷിച്ച് എത്രയോ വ്യാസം കുറഞ്ഞ ഒരു ഗ്രഹമാണ് ചന്ദ്രൻ. ഭൂമിയേക്കാൾ 4 ഇരട്ടി, ചന്ദ്രനേക്കാൾ 4 ഇരട്ടി വലിപ്പമുണ്ട് ഭൂമിക്ക്. ഭൂമിയുടെ വിസ്താരത്തിൽ വീതിയിൽ 4 ചന്ദ്രനെ ഒരുമിച്ച് വയ്ക്കാൻ പറ്റും. പൊള്ളയായ ഭൂമിയാണ് എങ്കിൽ അതിന്റെ ഉള്ളിൽ 50 ചന്ദ്രനെ വയ്ക്കാൻ പറ്റും. എന്നാൽ സൂര്യനാണ് എങ്കിൽ ഭൂമിയേക്കാൾ ചന്ദ്രനേക്കാൾ എത്രയോ വലിയ ഒരു ഗോളവും നക്ഷത്രവുമാണ്. ഭൂമിയേക്കാൾ 109 മടങ്ങ് വ്യാസവും വലിപ്പവുമുണ്ട് സൂര്യന്. വീതിയിൽ സൂര്യന്റെ മീതെ 109 ഭൂമിയെ വയ്ക്കാൻ പറ്റും. ഇനി പൊള്ളയായ സൂര്യനാണ് എങ്കിൽ അതിന്റെ ഉള്ളിൽ 13 ലക്ഷം ഭൂമി ഇറക്കി വെക്കാൻ പറ്റും. അത്രയും വലിയൊരു ഗ്രഹമാണ് സൂര്യൻ. അപ്പൊ യഥാർത്ഥത്തിൽ സൗരവ കലണ്ടർ ഉണ്ടായത്, ചന്ദ്ര കലണ്ടർ ഉണ്ടായത്, ഈ കലണ്ടറുകൾ പിന്നീട് ഉണ്ടാക്കപ്പെട്ടതാണ്. എന്നാൽ ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിക്ക് ഒരു വർഷം 12 മാസം എന്ന് നിജപ്പെടുത്തിയിരിക്കുകയാണ്. അത് ചന്ദ്രന്റെ അടിസ്ഥാനത്തിലും സൂര്യന്റെ അടിസ്ഥാനത്തിലും തീരുമാനിക്കാനുള്ള അവകാശം അല്ലാഹു മനുഷ്യന് നൽകുകയും ചെയ്തു. وَجَعَلْنَا اللَّيْلَ وَالنَّهَارَ آيَتَيْنِ فَمَحَوْنَا آيَةَ اللَّيْلِ وَجَعَلْنَا آيَةَ النَّهَارِ مُبْصِرَةً لتبتغوا فضلا من ربكم ولتعلموا عدد السنين والحساب وكل شيء فصلناه تفصيلا وجعلنا الليل والنهار നാം രാത്രിയെയും പകലിനെയും ആക്കി ആയത്തൈനി 2 ദൃഷ്ടാന്തങ്ങളാക്കി فمحونا آية
രാത്രിയുടെ ദൃഷ്ടാന്തമായ ചന്ദ്രനെ മങ്ങിയ പ്രകാശമുള്ളതാക്കി, പകലിന്റെ ദൃഷ്ടാന്തമായ സൂര്യനെ പ്രകാശിക്കുന്ന കത്തിജ്വലിക്കുന്ന ഒരു ഗോളമാക്കി, ഈ ചന്ദ്രനെയും സൂര്യനെയും നിജപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ മാസത്തിനെ എണ്ണിക്കണക്കാക്കാൻ വേണ്ടി. അതുകൊണ്ട് ചന്ദ്രവർഷത്തിന്റെ ആൾക്കാര്, ഹിജ്രിയുടെ ആൾക്കാര് സൗരവ കലണ്ടറിനെ ആക്ഷേപിക്കേണ്ടുന്ന കാര്യമില്ല. സൂര്യ കലണ്ടറിനെ അടിസ്ഥാനമാക്കുന്നവര് ചന്ദ്ര കലണ്ടറിനെ ആക്ഷേപിക്കേണ്ടുന്ന കാര്യമില്ല. രണ്ടിനെ അള്ള നിശ്ചയിച്ചിരിക്കുന്നത് അദദ സിനീൻ, വർഷങ്ങളുടെ എണ്ണം കണക്കാണ്. പക്ഷെ ഇസ്ലാമിൽ ധാരാളം കാര്യങ്ങൾ ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തി തീരുമാനിച്ചിട്ടുണ്ട്, സൂര്യനെ അടിസ്ഥാനപ്പെടുത്തിയെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പൊ നമസ്കാരത്തെ കുറിച്ച് പറയുന്നിടത്തെന്ന് പറയുന്നത് നിങ്ങൾ നമസ്കാരം നിലനിർത്തണം. സൂര്യൻ മധ്യാഹ്നത്തിൽ നിന്ന് തെന്നിയത് മുതൽ രാത്രി ഇരുൾ മുറ്റുന്നതുവരെ ഇശ, ഈ 3 നിസ്കാരങ്ങളെ അള്ളാഹു പറഞ്ഞത് സൂര്യനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്. എന്നിട്ട് അള്ളാഹു പറയാ സുബഹി നമസ്കാരത്തിൽ കൂടുതലായി ഖുർആൻ ഓതിക്കൊണ്ട് നമസ്കാരം നിലനിർത്തണം. ഇന്ന ഖുർആനൽ ഫജ്രി കാന മസ്ഹൂദാ, സുബഹിന്റെ സമയത്ത് ഖുർആൻ ഓതുന്നത് കേൾക്കാൻ ധാരാളം മലക്കുകൾ സന്നിഹിതരായിരിക്കും. അതുകൊണ്ട് സൂര്യൻ, ചന്ദ്രൻ ഇത് രണ്ടിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മാസത്തിലെ ദിവസങ്ങൾ കണക്കാക്കാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന 2 ദൃഷ്ടാന്തങ്ങളാണ്. ഖുർആൻ വർഷങ്ങളുടെ ചരിത്രം പറയുമ്പോൾ ഏറ്റവും കൂടിയ വർഷം പറഞ്ഞത് ഭൂമിയുടെ പുറംതൊലിക്ക് മുകളിൽ നടക്കുന്ന കാര്യം 1000 വർഷം 9,000 വർഷമൊക്കെ പറഞ്ഞു. അസ്ഹാബുൽ കഹ്ഫിന്റെ സംഭവം 300 വർഷം. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൗരവ കലണ്ടറും പറഞ്ഞു, ചന്ദ്ര കലണ്ടറും പറഞ്ഞു. വലബിതു ഫീ കഹ്ഫിഹിം 300 سنين وازدادوا 9. ولبثوا في كهفهم യുവാക്കൾ ഗുഹയുടെ ഉള്ളിൽ താമസിച്ചു. 300 سنين, സൗരവ കലണ്ടർ അനുസരിച്ച് 300 വർഷം താമസിച്ചു. വസ്ദാദു 9, അവര് ചന്ദ്ര കലണ്ടർ അനുസരിച്ച് 9 വർഷം കൂടി വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഒന്ന് കണക്കൂട്ടി വെക്കുക, വളരെ കൃത്യമാണ്. 300 309, 33 വർഷത്തിൽ ഒരിക്കൽ ഒരു വർഷം ചന്ദ്രകലണ്ടർ അനുസരിച്ച് കൂടും. അപ്പൊ 99 വർഷം ആകുമ്പോൾ 3 വർഷം കൂടും. 298 ദിവസം ആകുമ്പോൾ 6 വർഷം കൂടും. 198 വർഷമാകുമ്പോൾ 6 വർഷം കൂടും. ഇനി അത് കഴിഞ്ഞിട്ട് 299 വർഷമാകുമ്പോൾ 297 വർഷമാകുമ്പോൾ 9 വർഷം കൂടും. പിന്നീട് 3 മാസം കൂടുതലായിട്ടുണ്ട്. ഏകദേശം 1 മാസമേ വരികയുള്ളൂ 3 വർഷം എന്ന് പറഞ്ഞു. അതായത് 11 ദിവസത്തെ വേരിയേഷനെ വരുന്നത്. 3 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 33 ദിവസം കൂടി കൂടി. 1.25 വർഷവും ഇല്ല, 1.5 വർഷവും ഇല്ല. അതുകൊണ്ടാണ് 9 വർഷം എന്ന് പറഞ്ഞത്. കാല് വേണമെങ്കിൽ എന്ത് ചെയ്യണം? ചുരുങ്ങിയതൊരു 4 മാസമെങ്കിലും വേണം. ഇനി അല്ലെങ്കിൽ എന്ന് പറയണമെങ്കിൽ 6 മാസമെങ്കിലും വേണം. ഖുർആനിൽ വളരെ കൃത്യമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൗരവ കലണ്ടറിനെയും പറഞ്ഞു, ചന്ദ്ര കലണ്ടറിനെയും പറഞ്ഞു. അല്ലാഹു ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും ലെവലേശം അർത്ഥശങ്കയ്ക്കിടയില്ലാത്തവണ്ണം കൃത്യമാണ് ഓരോ കണക്കുകൾ. لِتَعْلَمُوا عَدَدَ السِّنِينَ وَالْحِسَابَ وَكُلَّ شَيْءٍ فَصَّلْنَاهُ تَفْصِيلًا. ഈ ഖുർആനിൽ എല്ലാ കാര്യങ്ങളും നാം വളരെ കൃത്യമായി വിശദാംശമായി വിശദീകരിച്ചിരിക്കുകയാണ്. ഇന്ന് ആധുനിക യുഗം എന്ന് പറയുമ്പോൾ
വിജ്ഞാനത്തിന്റെയും അറിവിന്റെയും മാധ്യമങ്ങൾ സുലഭമായി വ്യാപിച്ചു കിടക്കുന്ന ഒരു കാലം. ഈ കാലഘട്ടത്തിൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവതീർണമായ ഖുർആൻ ആധുനിക യുഗത്തിൽ അതിന്റെ ഭാഷയിൽ വളരെ കൃത്യമായി സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. കണക്ക് കൊണ്ടോ ഭാഷ കൊണ്ടോ ആശയം കൊണ്ടോ ആദർശം കൊണ്ടോ ഖുർആനിനെ അന്നും ഇന്നും നേരിടാൻ ആർക്കും കഴിയില്ല. കൃത്യമാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആൻ അവതീർണമാകുന്നത് ആദ്യം അറബികളിലാണ് എങ്കിൽ ആ അറബികളിൽ ഉണ്ടായിരുന്ന ഒരു വലിയ നേട്ടമായിരുന്നു സാഹിത്യം. അറബി സാഹിത്യത്തിൽ അങ്ങേയറ്റം പരിജ്ഞാനമുണ്ടായിരുന്ന അറബികൾ ഇടിമുഴക്കം പോലെയുള്ള ശബ്ദത്തോടുകൂടി അറബി പ്രാസം ഒപ്പിച്ച് സാഹിത്യത്തിന്റെ പൂർണ്ണത ഒപ്പിച്ച ഗാനങ്ങളും കവിതകളും ആലപിക്കുമായിരുന്നു. അവരുടെ മുന്നിൽ ആ ഖുർആൻ അവതരിക്കും. അറബികളിലെ വലിയ വലിയ സാഹിത്യകാരന്മാർ ഒരുമിച്ച് കൂടി എങ്ങനെയെങ്കിലും ഖുർആനെ നമുക്കൊന്ന് വെല്ലുവിളിച്ച് നേരിട്ടൊന്ന് പരാജയപ്പെടുത്തണം. അവരെല്ലാവരും ഖുർആൻ അന്നുവരെ അവതീർണമായ സൂറത്തുകളും ആയത്തുകളും എടുത്ത് അത് നിരൂപണ വിധേയമാക്കി അവരതിൽ പരിചിന്തനം നടത്താൻ തുടങ്ങി. വലിയ സാഹിത്യകാരന്മാർക്ക് 3 പിഴവ് കണ്ടെത്തുന്നു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ വളരെ ആശയോടെ താല്പര്യത്തോടുകൂടി അറബി സാഹിത്യകാരന്മാർ ഒരുമിച്ച് കൂടി. അവര് പറഞ്ഞു, നിങ്ങൾ പറയുന്ന ഖുർആൻ അറബി ഭാഷയിൽ അവതീർണമായതാണ്. ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലകും തഅഖിലൂൻ. അറബി ഭാഷയിലാണ് ഖുർആൻ അവതീർണമായത്. വന്നതിൽ ഒന്നാമൻ പറഞ്ഞു, ഇതിൽ അറബി ഭാഷയിൽ അല്ലാത്തൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം. സൂറത്തുൽ ബഖറയിൽ ഒരു ആയത്തുണ്ട്. ഖുർആൻ ശരീഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫാത്തിഹയ്ക്ക് ശേഷം നിശ്ചയിച്ചിരിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ബഖറ. അതിൽ അല്ലാഹു പറയുന്നുണ്ട്, അല്ലാഹു യസ്തഹ്സിഉ ബിഹിം വയമുദ്ദുഹും ഫീ തുഗ്യാനിഹിം യഅമഹൂൻ. അല്ലാഹു കപട വിശ്വാസികളെ പരിഹസിക്കുന്നു. വയമുദ്ദുഹും ഫീ തുഗ്യാനിഹിം, അവർക്ക് വഴികേടുകൾ പ്രവർത്തിക്കാനുള്ള അവസരത്തിനു വേണ്ടി ആയുസ്സിനെ അല്ലാഹു തന്നെ നീട്ടിക്കൊടുക്കുന്നു. വഹും യഅമഹൂൻ, അവര് വഴികേടിലും പാപങ്ങളിലും മുങ്ങിത്തപ്പാൻ വേണ്ടി ഉടന്തനെ അല്ലാഹു അവരെ പിടികൂടുകയും ചെയ്യും. ഇവിടെ യസ്തഹ്സിഉ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇസ്തിഹ്സാ എന്ന് പരിഹാസം എന്ന അർത്ഥം കിട്ടുന്ന ഒരു അറബി പദമുണ്ട്. ഇസ്തിഗ്ഫാഫ്, സുഖരിയത്ത്, ഇതൊക്കെയാണ് അറബിയിൽ പരിഹാസത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് അറബി ഭാഷയിൽ, നിങ്ങളല്ലേ പറഞ്ഞത് ഖുർആൻ അറബി ഭാഷയിൽ അവതീർണമായി. രണ്ടാമത്തെ ആള് പറഞ്ഞു, എനിക്ക് കിട്ടിയ ഒരു കാര്യം ഞാൻ പറയാം. മക്കറൻ കുബ്ബാറ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നിഷേധികളാണെങ്കിൽ വലിയ കുതന്ത്രങ്ങളാണ് മെനയുന്നത് സത്യത്തിനെതിരിൽ. ഇവിടെ കുബ്ബാറ് എന്നാ പറഞ്ഞിരിക്കുന്നത്. കബീർ, കിബാർ എന്ന കൊണ്ട് കുബ്ബാറ് എന്ന ഒരു അറബി പദമുണ്ട്. മൂന്നാമത്തെ ആള് പറഞ്ഞു, നിങ്ങളുടെ ഈ ഖുർആനിലാണ് എങ്കിൽ അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. ഏ മുഹമ്മദേ, നിങ്ങൾ ധാരാളം ആരാധ്യരെ ഒറ്റ ആരാധ്യനാക്കുകയാണോ? നമ്മുടെ 3 കോടി ദൈവങ്ങളെ പൂജിക്കുന്നവരാണ്. നിങ്ങൾ പറയുന്നു ഏകനായ അല്ലാഹുവിനെ ആരാധിക്കണം എന്ന്. ഈ പല ആരാധ്യരെ നിങ്ങൾ ഏകനായ ആരാധ്യനായി നിശ്ചയിക്കുകയാണോ? ഇത് ആശ്ചര്യം ജനിപ്പിക്കുന്ന ഒരു കാര്യം. ഉജാബ് എന്ന് പറഞ്ഞിരിക്കുക അറബി. ഉജാബ് എന്നൊരു പദമില്ല. അജീബ്, ആശ്ചര്യം, അജായിബ് എന്നൊക്കെ ഉണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ ആ സാഹിത്യത്തിന്റെ തമ്പുരാക്കന്മാരോട് ചോദിച്ച്, ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ അറബി സാഹിത്യകാരനാരാ? അവരെല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞു, യമനിന്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ ഹിജാസിന്റെ പ്രവിശ്യയിൽ താമസിക്കുന്ന ഇന്ന വൃദ്ധനായ മനുഷ്യനാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നമുക്ക് ഈ പ്രശ്നവുമായി അദ്ദേഹത്തിനെ സമീപിക്കാം, അദ്ദേഹം തീരുമാനമെടുക്കും. നിങ്ങൾ പറയുന്നു നിങ്ങൾ വലിയ സാഹിത്യ തമ്പുരാക്കന്മാർ, നിങ്ങളെക്കാൾ വലിയ സാഹിത്യകാരനാണല്ലോ അദ്ദേഹം, എന്നെക്കാൾ വലിയ സാഹിത്യകാരനാണ് അദ്ദേഹം എന്ന് നിങ്ങൾ പറയുന്നു. അപ്പൊ അവര് പറഞ്ഞു അദ്ദേഹം കിഴവനാണ്, വൃദ്ധനാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, വൃദ്ധനാണെങ്കിലും അദ്ദേഹത്തിന് പറയുന്നത് മനസ്സിലാകും, നാക്കിന് കുഴപ്പമൊന്നും വരില്ല.
അങ്ങനെ സാഹിത്യത്തിന്റെ തമ്പുരാക്കന്മാരുമായി അള്ളാഹുവിന്റെ പ്രവാചകൻ യമനിന്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ താമസിക്കുന്ന ആ വൃദ്ധനായ അറബി സാഹിത്യകാരന്റെ അടുക്കലെത്തി. അദ്ദേഹം അള്ളാഹുവിന്റെ പ്രവാചകനെ കണ്ടപ്പോൾ എഴുന്നേക്കാൻ പറ്റുന്നില്ല. ആദരവിന്റെയും ബഹുമാനത്തിന്റെയും പേരിൽ എഴുന്നേറ്റ് നിന്ന് നിബിധങ്ങളെ സ്വീകരിച്ചു, സൽക്കരിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ എഴുന്നേൽക്കാൻ വേണ്ടി പറഞ്ഞു. ആ വൃദ്ധനായ മനുഷ്യൻ വേച്ചു എഴുന്നേറ്റ് നിന്നപ്പോ അള്ളാന്റെ പ്രവാചകൻ പറഞ്ഞു, ഇജ്ലിസ്, ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. വീണ്ടും അള്ളാഹുവിന്റെ പ്രവാചകൻ ഇരുന്ന് കഴിഞ്ഞപ്പോ നിങ്ങൾ എഴുന്നേൽക്കാൻ പറഞ്ഞു. അദ്ദേഹം വീണ്ടും അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള ആദരവിന്റെ പേരിൽ എഴുന്നേറ്റ് വേച്ചു. വീണ്ടും നബിതങ്ങൾ പറഞ്ഞു, ഇജ്ലിസ്, ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. ഇങ്ങനെ ഏതാനും വട്ടമായപ്പോ അദ്ദേഹം നബിതങ്ങളോട് ചോദിച്ചു, وأنا شيخ كبار وأنت تقول لي كذا وكذا إن هذا لشيء عجاب. ഇത്രയായപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ ബാക്കിയുള്ളവർ നോക്കിയിട്ട് എന്തായിരുന്നു? കുറെ പേര് അപ്പോഴേ തന്നെ ചൊല്ലി, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്നക റസൂലുള്ളാഹ്. കുറെ പേര് മർക്കട മുഷ്ടിയുടെ പേരിൽ എന്നിട്ടും ഇസ്ലാമിലേക്ക് വരാൻ തയ്യാറായില്ല. അല്ലാമ ഖുർത്തുബി അദ്ദേഹത്തിന്റെ തഫ്സീറിലും അല്ലാമ ആലൂസി അദ്ദേഹത്തിന്റെ തഫ്സീറിലും വിശദീകരിക്കുന്ന സംഭവമായിരുന്നു. അവൃദ്ധം പറഞ്ഞ എന്താണ്? നിങ്ങൾ എന്നെ പരിഹസിക്കുകയാണ്. അന്ന് ലോകത്ത് ജീവിച്ചിരുന്ന ഏറ്റവും വലിയ അറബി സാഹിത്യകാരൻ ഇസ്തിഹ്സാ എന്നതിനെ പരിഹാസത്തിന് വേണ്ടി ഉപയോഗിച്ചു. പിന്നെ ഇവർക്ക് മറുവാക്കില്ല. ഞാൻ പ്രായം ചെന്ന ഒരു വയോവൃദ്ധനാണ്. കുബ്ബാർ എന്ന പദം ഏറ്റവും വലിയ അറബി സാഹിത്യകാരൻ ഉപയോഗിച്ചു. നിങ്ങൾ എന്നോട് എഴുന്നേക്കാനും ഇരിക്കാനൊക്കെ പറയാ, അജീബ് പറഞ്ഞു. ഇത് വളരെ ആശ്ചര്യം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന ഇസ്തിഹ്സാവും കുബ്ബാറനും ഉജാബും അറബി പദം തന്നെയാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ വെറുതെ ഒരു ഫിലോസഫിയായി അവരുടെ മുന്നിൽ സമർപ്പിക്കുകയായിരുന്നില്ല. ലോകത്ത് ജീവിച്ചിരുന്ന ഏറ്റവും വലിയ അറബി സാഹിത്യകാരനെ കൊണ്ട് നാവിലൂടെ അത് കൃത്യമായി പറയിച്ചു. ഇതാ ഖുർആനിന്റെ പ്രത്യേകത. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്ന വർഷങ്ങളാണ് എങ്കിലും മാസമാണെങ്കിലും വെറുതെ പ്രസംഗിക്കാൻ വേണ്ടി, കേൾക്കാൻ വേണ്ടി, രസിക്കാൻ വേണ്ടിയല്ല. നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ കൃത്യത ബോധ്യപ്പെട്ടുകൊണ്ട് അറിയാതെ നമ്മൾ ഖുർആനിന്റെ വക്താക്കളായി പോകും. അതാ ഖുർആനിന്റെ പ്രത്യേകത. وَكُلَّ شَيْءٍ فَصَّلْنَاهُ تَفْصِيلًا. ഖുർആനിൽ എല്ലാ കാര്യങ്ങളും നാം കൃത്യമായി സവിസ്തരം വിശദീകരിച്ചിരിക്കുകയാണ്. 14 നൂറ്റാണ്ടുകളായി ഇന്നും അതിന്റെ പുതുമയ്ക്ക്, അതിന്റെ ശക്തിക്കും അതിന്റെ തേജസ്സിനും യാതൊരു കുറവും സംഭവിക്കാതെ നിലനിൽക്കുന്ന വേദഗ്രന്ഥം. അതുകൊണ്ട് നമ്മൾ ഖുർആൻ പഠിക്കും. ആ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വർഷം 12 മാസമായി നിശ്ചയിച്ചിരിക്കുക. അതിൽ മുഹറം മാസത്തിലാണ് നമ്മൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. മുഹറമിനെ കുറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് ഷഹറുല്ലാഹ്, അല്ലാഹുവിന്റെ മാസം എന്നാ പറഞ്ഞു. അതുകൊണ്ട് ഈ മാസത്തെ നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. അല്ലാഹുവിന്റെ പ്രവാചകൻ മദീനയിൽ വന്നപ്പോൾ യഹൂദികൾ നോമ്പെടുക്കുകയാണ്. ആശൂറയുടെ നോമ്പ് മുഹറം 10. അല്ലാഹുവിന്റെ പ്രവാചകൻ യഹൂദികളോട് ചോദിച്ചു, എന്തിനാ നിങ്ങൾ നോമ്പെടുക്കുന്നത്? യഹൂദികൾ പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഈ മുഹറം 10-നാണ് അല്ലാഹു മൂസാ നബിയെ ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. ഈ മുഹറം 10-നാണ് മൂസാ പ്രവാചകന്റെ ശത്രുവായിരുന്ന ഫിർഔനെയും ഖിബ്തികളെയും ചെങ്കടലിൽ മുക്കി നശിപ്പിച്ചത്. നന്ദി സൂചകമായി ഞങ്ങൾ നോമ്പെടുക്കുകയാണ്. ഈ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയുണ്ടായി, അന ഔലാ ബിമൂസാ മിൻകും, ഞാനാണ് നിങ്ങളെക്കാൾ മൂസയുമായി കൂടുതൽ ബാധ്യതയുള്ള പ്രവാചകൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹറം 10 ആശൂറ എന്ന നോമ്പെടുത്തു. സഹാബാക്കളോട് നോമ്പെടുക്കാൻ വേണ്ടി നിർദ്ദേശിച്ചു. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് നിർദ്ദേശം വന്നു, ഖാലിഫുൽ യഹൂദ വൻ നസാറ വൽ മുശ്രിക്കീൻ, മുശ്രിക്കീകളോടും യഹൂദികളോടും നസാറാക്കളോടും ആദർശപരമായും കർമ്മപരമായും വൈരുദ്ധ്യതയുണ്ടാകണം, എതിരാകണം. അല്ലാഹുവിന്റെ പ്രവാചകൻ വഫാത്താകുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകന് ഈ വചനം അറിയിക്കപ്പെട്ടു.
നബിതങ്ങൾ പറഞ്ഞു ലൈൻ ബഖൈതു ഇലാ ഖാബിലിൻ ലാ അസൂമന്ന താസിഅ, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ അവരുമായി എതിരാകാൻ വേണ്ടി മുഹറം 9 കൂടി നോമ്പെടുക്കും. അല്ലാഹുവിന്റെ പ്രവാചകൻ അതിനു മുമ്പ് വഫാത്തായി. സഹാബിമാര് ആശൂറയിന്റെയും താസൂഅയിന്റെയും നോമ്പെടുക്കുമായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയുണ്ടായി അഫ്ളു സിയാമി ബഅദ റമളാൻ ശഹറുല്ലാഹിൽ മുഹറം, റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും നോമ്പെടുക്കാൻ ശ്രേഷ്ഠമായ മാസം അല്ലാഹുവിന്റെ മാസമായ മുഹറം. ഈ മുഹറം മാസം നമ്മളിലേക്ക് സന്നിഹിതമായിരിക്കുകയാണ്. ഈ മാസത്തിൽ അടുത്ത വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് മുഹറം 9-ന്റെയും 10-ന്റെയും നോമ്പ്, താസൂഅ ആശൂറ എന്ന നോമ്പ്. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി ആൾക്കാര് വ്യാഴം വെള്ളി ദിവസത്തിൽ നോമ്പെടുക്കുക. റമദാനിലെ നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും പോരിസയുള്ള ഏറ്റവും മഹത്തരമായ നോമ്പാണ്. ഇന്നത്തെ മാറിയ അന്തരീക്ഷത്തിൽ നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണം ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് രോഗം ഉണ്ടാക്കും. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ സൂമു തസിഹു, നിങ്ങൾ വ്രതം അനുഷ്ഠിച്ച് ശരീരത്തിന് ആരോഗ്യം നേടിയെടുക്കാൻ വേണ്ടിയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖും ഹിദായത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. وآخر دعائي الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.